ബഹളമാണ്. അത്രയും നമ്മൾ മാക്സിമം ഞാൻ സഹിക്കേണ്ടത് അത്രയും സഹിച്ചു. ഞാൻ ജനിച്ച കാലം മുതലേ ഇതൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ രാത്രി അടിച്ചിറക്കുമ്പോഴത്തേക്കും നമ്മൾ പല വീടുകളിൽ പോയി കിടക്കാറുണ്ട്, പിന്നെ കടയുടെ നടയിലൊക്കെ കിടക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു. ഇനി നമുക്ക് അനുഭവിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തന്നേ പറ്റൂ ആരെങ്കിലും. അച്ഛൻ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ രാത്രിയൊക്കെ കുടിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര ബഹളമാണ്. നമ്മൾ നന്നായിട്ട് ദേഹ ഉപദ്രവം ചെയ്യും, കതവ് പൂട്ടിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് എപ്പോഴും പറയും, നിനക്ക് പോയി ചത്തൂടെ, നീ എന്തിനു ജീവിക്കുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ എന്നെ അമ്മയെ കൂടി അടിച്ച് വെളിയിലാക്കും. പിന്നെ ഭയങ്കര ദേഹ ഉപദ്രവമാണ്. നമ്മൾ ആദ്യമൊക്കെ മുറിയുന്ന രീതിക്ക്, ബ്ലഡ് വരുന്ന രീതിക്കൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് അതൊരു തെളിവായത് കൊണ്ട് ഇപ്പം നമ്മളെ ഇടിക്കുക, എന്തെങ്കിലുമൊക്കെ കൊണ്ടടിക്കുക, ബെൽറ്റ് കൊണ്ടടിക്കുക, ചാർജർ കൊണ്ടടിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആ പരാതിയൊക്കെ കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി എന്ന് തോന്നുന്നു. ഏകദേശം ഇപ്പോഴാണ് അമ്മ ഇച്ചിരി സ്റ്റേൺ ആയത്. അമ്മ നേരത്തെ സ്റ്റേണിങ് അല്ലായിരുന്നു. അപ്പം അമ്മ ഇപ്പോഴാണ്, ഞാൻ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്താണ് അമ്മ സ്റ്റേണിങ് ആയത്. അതിനൊക്കെ ശേഷമാണ് ഇപ്പം പരാതി കൊടുത്തത്. ശനിയാഴ്ച എന്താ ഉണ്ടായത്? ശനിയാഴ്ച ഞാൻ വീട്ടിൽ വന്ന ടൈമിൽ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ്റെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അവർ വീടിൻ്റെ അകത്തിരുന്ന് കുടിക്കാനായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അമ്മ ചെന്നിട്ട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇവിടെ വീടിൻ്റെ അകത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയിപ്പോയി എന്നും പറഞ്ഞിട്ടാണ് ഒരു കമ്പെടുത്തുകൊണ്ട് എന്നെ കുറേ ആ എലവൻമുഡ് ഏരിയ മൊത്തം എന്നെ ഓട്ടിച്ച് എന്നിട്ട് അവിടെ എല്ലാവരുടെയും മുമ്പിലൊക്കെ വെച്ച് പറഞ്ഞു, നിനക്ക് പോയി ചത്തൂടെ, നീ എന്തിനു ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞായിരുന്നു. അപ്പം എനിക്കത് പെട്ടെന്ന് എന്തു പറയാൻ, എനിക്ക് പെട്ടെന്ന് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പറ്റിയില്ല. അച്ഛൻ നേരത്തെയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് മാത്രമായിരുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒക്കെ, ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛൻ്റെ ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമാണ്. അപ്പം കുടിക്കാതിരിക്കുമ്പോഴും ഇപ്പം ഇങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുക, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് ഇപ്പം. ഞാൻ പഠിക്കണ്ട എന്നാണ് അച്ഛൻ പറയാൻ. ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. നോട്ട്സ് എല്ലാം വലിച്ചു കയറി കളയും. അതുപോലെ എനിക്ക് രാത്രി അച്ഛൻ കുടിച്ച് കഴിഞ്ഞാൽ 2-3 മണിയാവും ഉറങ്ങും. അപ്പോൾ എനിക്ക് രാവിലെ 6 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ എനിക്ക് ട്യൂഷന് പോകാൻ പറ്റില്ല, നേരെ സ്കൂളിലൊന്നും ക്ലാസ്സിന് പോകാൻ പറ്റാതെയാവും. അപ്പോൾ എൻ്റെ പഠിത്തം ഒരുപാട് ലോ ആവുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത വർഷം 10ലാണ്. എനിക്ക് അടുത്ത വർഷം എനിക്ക് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ സ്കൂളുകാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പം എക്സാമിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആയി പോകുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത വർഷം എനിക്ക് 10ലാണ്. എനിക്ക് നന്നായിട്ട് പഠിക്കണം. എനിക്ക് പഠിക്കാനായിട്ടുള്ളൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടെത്തി തന്നേ പറ്റൂ. കാര്യം എനിക്ക് ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനായിട്ട് പറ്റൂല, അച്ഛൻ എന്നെ സമ്മതിക്കില്ല. എനിക്കതുപോലെ അച്ഛൻ്റെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് പേടിയാണ്. അച്ഛൻ എന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പേടിയാണ്. പിന്നെ ചൈൽഡ് വെൽഫെയർ എന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അമ്മയെ വിട്ടിട്ട് പോകില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. മുഖ്യമന്ത്രിക്കും ഡിവൈഎസ്പിക്കും പോലീസിലുമൊക്കെ പരാതി നൽകിയല്ലോ, നടപടി ഉണ്ടായോ? നടപടി എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അച്ഛനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചായിരുന്നു. അപ്പം അച്ഛൻ സ്റ്റേഷനിൽ ആ ടൈമിലൊന്നും വന്ന് കീഴടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ മാസമാണ് SI അനീഷ് കുമാർ സാർ വിളിച്ചായിരുന്നു. എന്നിട്ട് അവിടെയുള്ള കോൺസ്റ്റബിൾ പോലീസ് പറഞ്ഞായിരുന്നു, SI അനീഷ് കുമാർ സാറാണ് നിന്നെ വീട്ടിൽ വന്ന് എടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. അപ്പം അനീഷ് സാർ നല്ല വൃത്തിയായിട്ട് ഒരു വാണിംഗ് കൊടുത്തായിരുന്നു. അനീഷ് സാർ നല്ലൊരു വാണിംഗ് കൊടുത്തതാണ്. അതിനുശേഷം അനീഷ് സാർ അമ്മയ്ക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കോടതിയിലോട്ട് പേപ്പർ അയച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരിതും നമുക്ക് പേപ്പർ വരികയോ അങ്ങനെയൊന്നും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും അറിയിക്കുകയോ ചെയ്തായിരുന്നോ? മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അത് നേരെ നെയ്യാറ്റിൻകര സ്റ്റേഷനിലോട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വന്ന് കീഴടങ്ങിയിട്ടില്ല. എനിക്കെങ്ങനെയെങ്കിലും എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ലൊരു നിലയിലെത്തണം, എനിക്ക് എൻ്റെ അമ്മയെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എനിക്കതിന് സേഫായിട്ടുള്ള ഒരിടം എനിക്ക് കണ്ടെത്തി തരണം. നിലവിൽ കേസെടുത്തിട്ടില്ലേ പോലീസ്? നിലവിൽ ഇന്നലെ വന്ന് എൻ്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല, നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ആദ്യ നാളുകളിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മോള് ജനിക്കുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെയും ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഒരിടവും പരാതിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇയാളെ. വേറെ താമസിക്കാൻ സ്ഥലമില്ല, വീടില്ല. അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് എല്ലാവരും പറയും വാടക വീട്ടിൽ പോകും, പക്ഷേ എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഞാൻ നെയ്യാറ്റിൻകര വിശ്വഭാരതി സ്കൂളിൽ വാനിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു 7000 രൂപ കിട്ടും. അപ്പോൾ ആ ഒരു വരുമാനമേ ഉള്ളൂ. അത് വെച്ച് എനിക്ക് വാടകയും കൊടുത്ത് മോളുടെ കാര്യം, പഠിത്തം അതെല്ലാം നോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്രൂര പീഡനം സഹിച്ച് അവിടെ വീണ്ടും കിടക്കുന്നത്.
പക്ഷേ ഇനി ഞാൻ അവിടെ പോയി ഇയാളുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു നീതിയാവാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ പേടിയുണ്ട്. ഇയാൾ ഇപ്പോൾ ഇത്രയും ഇഷ്യൂസ് ആയ സ്ഥിതിക്ക് ഞങ്ങളെ കൊല്ലുമോയെന്ന് നമുക്ക് നല്ല ഭയമുണ്ട്. പക്ഷേ നമുക്ക് എന്നാൽ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ നമുക്കിനി പോകാൻ വേറൊരു ഇടമില്ല. ഇത്രയും നിയമങ്ങളുണ്ടെങ്കിലും അന്നേ ഈ നിയമങ്ങളെല്ലാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൾക്ക് തക്കതായൊരു വാണിംഗ് കൊടുത്ത് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു.